നമസ്കാരം. PS ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കഴിഞ്ഞ വുമൺ CPO പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യനും എടുത്തിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സെക്ഷനാണ്. അപ്പം ഈ വീഡിയോ, അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ നീളമായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ ഈ വീഡിയോ ക്വസ്റ്റ്യൻ പേപ്പർ പൂർണ്ണമായിട്ടും, അതായത് ഈ പാർട്ടുകളെല്ലാം വ്യക്തമായിട്ട് പൂർണ്ണമായിട്ടും കേൾക്കുകയാണെങ്കിൽ PS ചോദിക്കുന്ന വ്യക്തമായ ചോദ്യ മേഖലകൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. PS ആവർത്തിക്കുന്ന ചോദ്യ മേഖല, അതായത് ചോദ്യ പാർട്ട് ഏത്, ഇനി വരുന്ന പരീക്ഷകൾ നിങ്ങൾക്ക് ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഇനി പഠിക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. ഇനി വരുന്ന LD ക്ലർക്കിലൊക്കെ നിങ്ങൾ നല്ല ഒരു റാങ്ക് നേടാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുക. എന്താണ് ഇനി റിവിഷനാണ് നിങ്ങൾക്ക് ആവശ്യം. അടുത്ത് കഴിഞ്ഞ പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അവ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ അത് ചെയ്യുക. ഉന്നതമായ റാങ്ക് കരസ്ഥമാക്കിയ പല നിങ്ങൾക്കിടയിലെ പല കൂട്ടുകാരുടെ പഠനവും അത്തരത്തിൽ തന്നെയായിരുന്നു. ഓക്കെ അല്ലേ? അപ്പം ഇന്ന് മുതൽ നമ്മൾ പുതിയ സെക്ഷൻ തുടങ്ങിയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് 2024 നടന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോവുകയാണ്. ഓക്കെ അല്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ആവർത്തന വിരസത അനുഭവിച്ചേക്കാം. എങ്കിലും നിങ്ങൾ ഈ വീഡിയോ 1.5 അല്ലെങ്കിൽ 2x ഇട്ട് കേൾക്കുക. എന്താണ് ഒരു റിവിഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകും. ഇനി ഒന്നും പഠിക്കാത്ത കൂട്ടുകാർക്ക് ഇതും നല്ലൊരു മാർക്ക് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഈ സെഗ്മെന്റ് അല്ലെങ്കിൽ ഈ സെക്ഷൻ നിങ്ങൾക്ക് സഹായകരമാകും. ഓക്കെ അല്ലേ? അപ്പം വുമൺ CPO പരീക്ഷയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 1931 ഒന്നാണ്, ഓപ്ഷൻ A ആണ്. ഇതിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് 1931 നവംബർ 12 എന്നാണ്. 1931 നവംബർ 12 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു എന്നാണ് പറയുന്നത്. എങ്കിൽ നമുക്കറിയാം ഗുരുവായൂർ സത്യാഗ്രഹം എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ്. അത് 1931 തന്നെയാണ്. ഇനിയോ നവംബർ 12 അല്ല, നവംബർ 1. അപ്പം ഈ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 ഓക്കെ അല്ലേ? ഇനി P കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. ശരിയായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. ശരിയാണ്. എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം? എന്താണ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന നാലാമത്തെ പ്രസ്താവന 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. അത് ശരിയായ പ്രസ്താവനയാണ്. ഈ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 അവസാനിച്ചത് 1932 ഒക്ടോബർ 2. ഓക്കെ അല്ലേ? ഇനി ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണടാ? നേതൃത്വം നൽകിയത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏതാണ്? അത് KPCC ആണ്. ആരാണ്? KPCC, കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. ഓക്കെ അല്ലേ? എങ്കിൽ ഈ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച KPCC സമ്മേളനം ഏതാണ്? KPCC സമ്മേളനം ഈ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച KPCC സമ്മേളനം 1931 വടകര സമ്മേളനമാണ്. 1931 വടകര സമ്മേളനമാണ്. ഓക്കെ. ഈ വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? അത് JM ഗുപ്ത. ആരാണ്? JM ഗുപ്ത. 1931 വടകര സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഈ 1931 വടകര സമ്മേളനത്തിന്റെ അധ്യക്ഷൻ JM ഗുപ്തയാണ്. എങ്കിൽ ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? അത് K കേളപ്പൻ. ആരൊക്കെയാണ്? K കേളപ്പൻ. ഓക്കെ അല്ലേടാ? യെസ്. അപ്പം കേളപ്പൻ, പിന്നെയോ P കൃഷ്ണപിള്ള, സുബ്രഹ്മണ്യം തിരുമുമ്പ്. ഓക്കെ അല്ലേ? ഇനിയോ AK ഗോപാലൻ. ഓക്കെ അല്ലേ? അപ്പം ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ്? K കേളപ്പൻ, P കൃഷ്ണപിള്ള, സുബ്രഹ്മണ്യം തിരുമുമ്പ്, AK ഗോപാലൻ. ഓക്കെ അല്ലേ? എങ്കിൽ ഈ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ആര്? K കേളപ്പൻ. ആരാണ്?
കേളപ്പൻ. ഓക്കെ അല്ലേ? അപ്പം ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കേളപ്പനും ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് ആര്? പ്രസിഡന്റ് ആരാടാ? മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ്? യെസ്, എന്താണ്? ചിലപ്പോൾ പി എസ് ചോദിക്കാം, ഗുരുവായൂർ സത്യാഗ്രഹ ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ ക്യാപ്റ്റൻ ആരാണ്? ക്യാമ്പയിൻ ക്യാപ്റ്റൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റി ക്യാമ്പയിൻ ക്യാപ്റ്റനാണ് ആര്? സുബ്രഹ്മണ്യം തിരുമുമ്പ്. ആരാണ്? സുബ്രഹ്മണ്യം തിരുമുമ്പ്. ഓക്കെ അല്ലേ? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഓക്കെ. എങ്കിൽ കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്ന ആരാണ്? അത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. ഇങ്ങനെ ഈ സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? അത് EMS നമ്പൂതിരിപ്പാടാണ്. ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. ഓക്കെ അല്ലേ? ഇനി ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ട് കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ്. അത് 1932 സെപ്റ്റംബർ 21 ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത്. ഇതൊക്കെ ഓർക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. എങ്കിൽ ഈ ഗാന്ധിജി ആരാണ്? ഈ 1932 സെപ്റ്റംബർ 21 ആര്? നമ്മുടെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. എന്നാൽ ഗാന്ധിജിയുടെ പെട്ടിട്ട് ഈ കേളപ്പൻ്റെ നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചതെന്നാണ്, പിൻവലിപ്പിച്ചതെന്നാണ്. അത് 1932 ഒക്ടോബർ 2 എങ്കിൽ PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഗുരുവായൂർ ക്ഷേത്രമണി എന്താണ്? ഗുരുവായൂർ ക്ഷേത്രമണി അടിച്ച ആദ്യത്തെ ഫസ്റ്റ് അബ്രാഹ്മണൻ ആരാണ്? അബ്രാഹ്മണൻ. ഓക്കെ അല്ലേ? അപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ ആരാണ്? പി കൃഷ്ണപിള്ള. ആരാണ്? പി കൃഷ്ണപിള്ള. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? എങ്കിൽ പ്രീവിയസ് ഇയർ ചോദിക്കട്ടെ, സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? വോളണ്ടിയർ ക്യാപ്റ്റൻ അത് AK ഗോപാലൻ. ആരാണ്? AK ഗോപാലൻ. എങ്കിൽ സത്യാഗ്രഹത്തിന്റെ പ്രചരണ കമ്മിറ്റി ക്യാപ്റ്റൻ ആരാണ്? പ്രചരണ കമ്മിറ്റി ക്യാപ്റ്റൻ അതാരാണ്? യെസ്, TS സുബ്രഹ്മണ്യം തിരുമുമ്പ്. ആരാണ്? TS സുബ്രഹ്മണ്യം തിരുമുമ്പ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്. ഇനി ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹ നേതാവ് ആരാണ്? അത് പി കൃഷ്ണപിള്ളയാണ്. അപ്പം ഗുരുവായൂർ ക്ഷേത്രമണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണനായ പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹ നേതാവ്. എങ്കിൽ യെസ്, ഉശിരുള്ള നായർ മണിയടിക്കും, എച്ചിൽ പെറുക്കി നായന്മാർ അവരുടെ പുറത്തടിക്കും എന്ന് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി അഭിപ്രായപ്പെട്ടത് അത് പി കൃഷ്ണപിള്ളിയാണ്. ഓർത്തു വെച്ചോ. എങ്കിൽ ഈ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഹിതപരിശോധന നടത്തിയ താലൂക്ക് ഏതാണ്ടാ? ഹിതപരിശോധന നടത്തിയ താലൂക്കാണ് ഏത്? പൊന്നാനി താലൂക്ക്. ഏതാണ്? പൊന്നാനി താലൂക്ക്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നതിന് മുമ്പേ മുന്നോടിയായിട്ട് ഹിതപരിശോധന നടത്തിയ താലൂക്ക് പൊന്നാനി താലൂക്കും ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്കാണ് ഈ പൊന്നാനി താലൂക്ക്. അപ്പം ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മുന്നോടിയായി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്ന താലൂക്കാണ് ഏത്? പൊന്നാനി താലൂക്ക്. ഓക്കെ അല്ലേ? യെസ്. ഇനി PSC മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഗാന്ധിജിയുടെ പ്രേരണയാൽ ഗുരുവായൂർ സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ചാരാണ്? ഗാന്ധിജിയുടെ പ്രേരണയാൽ ഗുരുവായൂർ സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ചത് സി രാജഗോപാലാചാരിയാണ്. ആര്? സി രാജഗോപാലാചാരി. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? സി രാജഗോപാലാചാരി. ഓക്കെ അല്ലേ? അപ്പം ഇത്രയുമാണ് നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്, ഏറ്റവും പ്രധാനപ്പെട്ട റിലേറ്റഡ് ഫാക്ട്. ഓക്കെ അല്ലേ? അപ്പം ഇതിന്റെ ഉത്തരം വരുന്നത് സി ആണ്. എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റിന്റെ ഉത്തരം വരുന്നത് സി ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? നമുക്ക് 100ഓളം ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാനുണ്ട്. റിപ്പീറ്റ് ചെയ്താൽ എന്താണ് നിങ്ങളെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റില്ല.
നിങ്ങൾക്ക് എന്താക്കുക, നിങ്ങൾ കഴിയുമെങ്കിൽ ഈ വീഡിയോ 2-3 തവണ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട് എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ടെലിഗ്രാം ചാനൽ, നമ്മുടെ PC ട്രിക്സിൻ്റെ ടെലിഗ്രാം ചാനൽ രാത്രി 10 മണി തൊട്ട് 11 മണി വരെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഫ്രീ സെഗ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു കമ്പയിൻ സ്റ്റഡി എന്ന രീതിയിൽ ലൈവ് സെക്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ രാവിലെ 5 മണി മുതൽ 6 മണി വരെ കറണ്ട് എന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുന്ന ഒരു സെക്ഷനും നടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്താണ് തികച്ചും ഫ്രീ ആയിട്ട് ലഭിക്കും. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്തൂടെ? യെസ്. ഇനി എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന രണ്ടാം വട്ടമേജ സമ്മേളനം. എന്താണ് രണ്ടാം വട്ടമേജ സമ്മേളനം? രണ്ടാം വട്ടമേജ സമ്മേളനം നടന്ന വർഷം ഏതാണ്? വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനം 1931. ഈ ക്വസ്റ്റ്യൻ, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന ഭാഗത്തു നിന്നുമാണ്. എല്ലാ പരീക്ഷകളിലും, PS നടത്തുന്ന എല്ലാ പരീക്ഷകളിലും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഉണ്ടാകാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആ ഭാഗം പഠിച്ചൂടെ? അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പോൾ രണ്ടാം വട്ടമേജ സമ്മേളനം ചേർന്നപ്പോഴാണ് 1931. ഇനി ഈ പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു ഏത് വർഷം? 1900. കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ച വർഷം 1939. ഓക്കെ അല്ലേ? ഇനി ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് എപ്പോഴാണ്? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു ഏത് വർഷം? 1922. ഓക്കെ അല്ലേ? ഇനി ബർദോളി സത്യാഗ്രഹം. എന്താണ് ബർദോളി സത്യാഗ്രഹം? ഏത് വർഷം? ബർദോളി സത്യാഗ്രഹം 1928. ഓക്കെ അല്ലേ? അപ്പം ഗാന്ധിജി പങ്കെടുത്ത വട്ടമേജ സമ്മേളനം, രണ്ടാം വട്ടമേജ സമ്മേളനം ഏത് വർഷം? 1931. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചത് 1939. എന്താണ് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു ഏത് വർഷം? 1922. എങ്കിൽ ബർദോളി സത്യാഗ്രഹം ഏത് വർഷം? 1928. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ റിലേറ്റഡ് ഫാക്ട് പഠിച്ചൂടെ? ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട റിലേറ്റഡ് ഫാക്ട് പഠിച്ചൂടെ? യെസ്. എന്താണ്? PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ, ആരാണ്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ഫസ്റ്റ് സത്യാഗ്രഹം ഏതാണ് കൂട്ടുകാരെ? ഫസ്റ്റ് സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഈ ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ബീഹാറിലാണ്. അതൊക്കെ PSC ചോദ്യമാണ്. അപ്പം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ഈ ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ വർഷം എന്നാണ്? 1917. ഓക്കെ അല്ലേ? 1917. അപ്പം എന്താണ്? കർഷകർ തങ്ങളുടെ ഭൂമിയുടെ 20-3 ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സമ്പ്രദായമാണ് തിൻകദിയ സമ്പ്രദായം. അപ്പം തിൻകദിയ സമ്പ്രദായം PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ് തിൻകദിയ സമ്പ്രദായം? എന്താണ് തിൻകദിയ സമ്പ്രദായം? എന്താണ് സമ്പ്രദായം? തിൻകദിയ സമ്പ്രദായം കർഷകർ തങ്ങളുടെ ഭൂമിയുടെ 20-3 ഭാഗം നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സമ്പ്രദായമാണ് തിൻകദിയ സമ്പ്രദായം. ഈ തിൻകദിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഈ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ ഭൂ ഉടമകൾ ചൂഷണം ചെയ്യുന്നതിനെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഓക്കെ അല്ലേ? ഇനി നിയമലംഘനം സഹന സമരവും പോലുള്ള നിയമലംഘനവും സഹന സമരവും പോലുള്ള സമര രീതിയാണ് ചമ്പാരൻ സ്വീകരിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ് PSC ചോദിച്ചിട്ടുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ് ആരാണ്? പ്രാദേശിക നേതാവ് ആരാണ്? അത് ഗാന്ധിജി അല്ല. ആരാണ്? രാജ്കുമാർ ശുക്ല. ആരാണ്? രാജ്കുമാർ ശുക്ല. അപ്പം രാജ്കുമാർ ശുക്ല. ഓക്കെ അല്ലേടാ? ശുക്ല.
എന്താണ് ചമ്പാരൻ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ലയാണ്. ഇനി ഈ 1917 ഗാന്ധിജി ഇന്ത്യയിൽ വെച്ച് ആദ്യമായി അറസ്റ്റിലായി. അപ്പം ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഗാന്ധിജി 1917 ഗാന്ധിജി ഇന്ത്യയിൽ വെച്ചിട്ട് ആദ്യമായി അറസ്റ്റിലായി. ഓക്കെ അല്ലേ? ഇനി ഈ ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാനായി അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന എഡ്വേർഡ് ഗേറ്റ് ആണ്. ആരാണ്? എഡ്വേർഡ് ഗേറ്റ്. ഓക്കെ അല്ലേ? അപ്പം എഡ്വേർഡ് ഗേറ്റിന്റെ പ്രത്യേകത എന്താണ്? ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് അപ്പം പഠിക്കാനായി നിയമിച്ച അന്വേഷണ കമ്മീഷൻ നിയമിച്ച ലഫ്റ്റനന്റ് ഗവർണറായിരുന്നു സർ എഡ്വേർഡ് ഗേറ്റ്. ഓക്കെ അല്ലേ? ഇത് ഈ കമ്മീഷനിൽ ആരംഗമായിരുന്നു? ഗാന്ധിജി അംഗമായിരുന്നു. ചില പ്രസ്താവന ചോദ്യം ഇനി തരിക. എന്താണ് ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനായി സർ എഡ്വേർഡ് ഗേറ്റ് നിയമിച്ച അന്വേഷണ കമ്മീഷനിൽ ഗാന്ധിജി അംഗമായിരുന്നു. ശരിയായ പ്രസ്താവനയാണോ ചോദിച്ചാൽ അത് ശരിയായ പ്രസ്താവനയാണ്. ഗാന്ധിജി അംഗമായിരുന്നു. ഓക്കെ അല്ലേ? ഇനി 1917 ഈ ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ചത് അല്ലേ? അപ്പം സർ ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന സർ എഡ്വേർഡ് ഗേറ്റ് ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. ഇനി 1918 കമ്മീഷന്റെ റിപ്പോർട്ട് സമരത്തിന് അനുകൂലമായി വരികയും അതേ തുടർന്ന് ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസ്സാക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? 1918 ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസ്സാക്കിയത്. ഓക്കെ അല്ലേ? അപ്പം ഗാന്ധിജി അംഗമായി ഇത് നമ്മുടെ ലഫ്റ്റനന്റ് ഗവർണറായ സർ എഡ്വേർഡ് ഗേറ്റ് നിയമിച്ച അന്വേഷണ കമ്മീഷനിൽ ഗാന്ധിജി അംഗമായിരുന്നു. 1918 കമ്മീഷന്റെ റിപ്പോർട്ട് സമരത്തിന് അനുകൂലമായി വരികയും അതേ തുടർന്ന് ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസ്സാവുകയും ചെയ്തു. ഇനി നമ്മൾ പഠിച്ചു 1917 ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ചത്. ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. ഏത് വർഷം? 2017. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്. ഇനി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഓക്കെ അല്ലേ? എങ്കിൽ PSCയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏതാടാ? നിരാഹാര സമരം അത് അഹമ്മദാബാദ് മിൽ സമരം. ഓക്കെ അല്ലേ? ഏത് വർഷം? 1918. 1918 എവിടെയാണ് അഹമ്മദാബാദ് മിൽ സമരം? ഗുജറാത്തിലാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇത് നമ്മുടെ മനുഷ്യരക്തമില്ലാത്ത ഒരു പെട്ടി നീലം പോലും ഇംഗ്ലണ്ടിൽ എത്തിയിരുന്നില്ല എന്ന് പറഞ്ഞത് ആരാണ്? അത് DG ടെൻഡുൽക്കർ. ആരാണ്? DG ടെൻഡുൽക്കർ എന്നാണ് പറഞ്ഞത്. യെസ്. ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് മനുഷ്യരക്തം ഇല്ലാത്ത ഒരു പെട്ടി നീലം പോലും ഇംഗ്ലണ്ടിൽ എത്തിയിരുന്നില്ല എന്ന് പറഞ്ഞത് ആരാണ്? അത് DG ടെൻഡുൽക്കർ. ആരാണ്? DG ടെൻഡുൽക്കർ. ഓക്കെ അല്ലേ? ഗാന്ധിയൻ ചമ്പാരൻ എന്ന പുസ്തകത്തിലാണ് ഈ DG ടെൻഡുൽക്കർ ഇത്തരത്തിലൊരു പ്രസ്താവന അറിയിച്ചത്. ഓക്കെ അല്ലേ? ഇനി ചമ്പാരൻ സത്യാഗ്രഹം എന്ന പുസ്തകം ആരുടേതാണ്? ചമ്പാരൻ സത്യാഗ്രഹം എന്ന പുസ്തകം ആരുടേതാണ്? അത് ആരാണ്? രാജേന്ദ്ര പ്രസാദിൻ്റെതാണ്. ആരുടേതാണ്? രാജേന്ദ്ര പ്രസാദ്. ഓക്കെ അല്ലേ? അപ്പം യെസ്. അപ്പം മനുഷ്യരക്തമില്ലാത്ത ഒരു പെട്ടി നീലം പോലും ഇംഗ്ലണ്ടിൽ എത്തിയിരുന്നില്ല എന്ന് പറഞ്ഞ് DG ടെൻഡുൽക്കർ ആണ്. ഏത് പുസ്തകത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശം രേഖപ്പെടുത്തിയത്? ഗാന്ധി ഇൻ ചമ്പാരൻ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഗാന്ധിയൻ ചമ്പാരൻ എന്ന പുസ്തകത്തിലാണ് മനുഷ്യരക്തമില്ലാത്ത ഒരു പെട്ടി നീലം പോലും ഇംഗ്ലണ്ടിൽ എത്തിയിരുന്നില്ല എന്നത് ആര് പറഞ്ഞത്? DG ടെൻഡുൽക്കർ. എങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹം എന്ന പുസ്തകം എഴുതിയതാരാണ്? പുസ്തകം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി അഹമ്മദാബാദ് മിൽ സമരം ഏത് വർഷം? 1918. അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ പ്രത്യേകത എന്താണ്? യെസ്.
ഈ അഹമ്മദാബാദിലെ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഓക്കെ അല്ലേ? ഈ അഹമ്മദാബാദ് മിൽ സമരം എത്ര ദിവസം നീണ്ടു നിന്നു? 21 ദിവസം. അഹമ്മദാബാദ് മിൽ സമരം 21 ദിവസം നീണ്ടു നിന്നു. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജിയെ അറിയിച്ച വ്യക്തി ആരാണ്? അനസൂയ ബഹൻ. ആരാണ്? അനസൂയ ബഹൻ. ഓക്കെ അല്ലേ? അപ്പം അനസൂയ ബഹൻ എന്നാണ് അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജി അറിയിച്ച വ്യക്തിയാണ് അനസൂയ ബഹൻ. ഓക്കെ. ഇനി പ്ലേഗ് ബോണസിനെ ചൊല്ലി അഹമ്മദാബാദിലെ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് ഏത്? അഹമ്മദാബാദ് മിൽ സമരം. അപ്പോൾ എന്താണ് പ്ലേഗ് ബോണസ് എന്ന് പറഞ്ഞാൽ? പ്ലേഗ് ബോണസ് എന്താണടാ പ്ലേഗ് ബോണസ് എന്ന് പറഞ്ഞാൽ? യെസ്. അപ്പം 1917 അഹമ്മദാബാദിൽ പ്ലേഗ് രോഗം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പം 1917 അഹമ്മദാബാദിൽ പ്ലേഗ് എന്ന രോഗം പൊട്ടിപ്പുറപ്പെട്ടു. അവിടെ ഈ പ്ലേഗ് രോഗം കാരണം അഹമ്മദാബാദിലെ ജനസംഖ്യയുടെ 10% ആളുകൾ മരണപ്പെട്ടു. 10% ആളുകൾ മരണപ്പെട്ടു. ഓക്കെ അല്ലേ? അപ്പം അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിൽ പ്ലേഗിൻ്റെ ഭീതി എന്താണ്? പ്ലേഗിൻ്റെ ഭീതി കാരണം ഈ മില്ലിൽ പണിക്കാരുടെ എണ്ണം കുറഞ്ഞു. അതിന് പണിക്കാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഈ തൊഴിലാളികളുടെ ഈ പ്ലേഗ് പശ്ചാത്തലത്തിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിൻ്റെ 80% ബോണസായി നൽകി. 80% ബോണസായി നൽകി. ഓക്കെ അല്ലേ? അപ്പം ദിവസങ്ങൾക്ക് ശേഷം 80% ബോണസായി നൽകി പല ആൾക്കാരെയും മില്ലിലേക്ക് ആകർഷിച്ചു, തൊഴിലാളികളെ ആകർഷിച്ചു. ഓക്കെ. എങ്കിൽ പ്ലേഗിന് ശേഷം വീണ്ടും 80% ബോണസ് അവർ വെട്ടിച്ചുരുക്കി. പഴയ കൂലി തന്നെ ആക്കി. ഈ മിൽ ഉടമകൾ. ഓക്കെ. എന്നാൽ നമ്മളെ ഈ തൊഴിലാളികൾ പറഞ്ഞു നമുക്ക് 30%, 80% വേണ്ട, പകരം 30% കൂലി വർദ്ധിപ്പിക്കണം. 35% വർധനവ് ആവശ്യപ്പെട്ടു. 35%, 80% വേണ്ട, 35% വർധനവെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ട് മിൽ തൊഴിലാളികൾ നടത്തിയ സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഓക്കെ അല്ലേ? ഈ 35% വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചതിനെ തുടർന്ന് മിൽ ഉടമകൾ ആവശ്യം അംഗീകരിച്ചു. ഓക്കെ അല്ലേ? അപ്പം സമരം തുടങ്ങി 4-ാം ദിവസം മിൽ ഉടമകൾ ആവശ്യം അംഗീകരിക്കുകയും ഗാന്ധിജി നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. 35%, എത്രയാണ്? 35% കൂലി വർദ്ധിച്ചു. ഈ സമരത്തിൻ്റെ സന്ധി സംഭാഷണത്തിന് വേദിയായത് അനസൂയ ബഹന്റെ വീടാണ്. അനസൂയ ബഹന്റെ വീടാണ്. ഓക്കെ അല്ലേ? മനസ്സിലാകുന്നില്ലേടാ? യെസ്. ഇനി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2017 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് ചോദിച്ച ചോദ്യമാണ് അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ കാരണം എന്താണ്? അത് പ്ലേഗ് ബോണസ് ആണ്. എന്താണ്? പ്ലേഗ് ബോണസ്. ഓക്കെ അല്ലേ? അതുപോലെ 2022 നടന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ ചോദ്യമാണ് 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? നമ്മൾ പഠിച്ചു അഹമ്മദാബാദ് മിൽ സമരം ഏത് വർഷം? 1918. ചമ്പാരൻ സത്യാഗ്രഹം 1917. രണ്ടിന്റെ വ്യത്യാസം എന്നാണ്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. 1918 ഗാന്ധിജി ഇന്ത്യയിലെ ഫസ്റ്റ് നിരാഹാര സമരമാണ് നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഓക്കെ അല്ലേ? മനസ്സിലായോ? യെസ്. എങ്കിൽ PSCയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? എന്താണ്? ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഗേദാ സത്യാഗ്രഹം. ഏതാണ്? ഗേദാ സത്യാഗ്രഹം. ഏത് വർഷമാണ് കൂട്ടുകാരെ? 1918. ഈ ഗേദാ സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. എന്താണ്? ഗുജറാത്ത്. ഓക്കെ അല്ലേ? അപ്പം എന്താണ് ഗേദാ സത്യാഗ്രഹം? ഗുജറാത്തിലെ ഗേദാ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ഗേദാ സത്യാഗ്രഹം. ഈ ഗേദാ സത്യാഗ്രഹത്തിന്റെ കാരണം എന്താണ്? വരൾച്ചയെ തുടർന്ന്
തുടർന്ന് കർഷകർ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട നികുതി ഇളവ് ലഭിക്കാത്തതാണ്. അപ്പം ഗുജറാത്തിലെ വരൾച്ചയെ തുടർന്ന് കർഷകർ എന്താണ് പൊറുതിമുട്ടി എന്നിലും ഈ കർഷകരുടെ മേൽ ചുമത്തിയ നികുതി കുറക്കാൻ വേണ്ടിയിട്ട് ആര് തയ്യാറായില്ല? ഗവൺമെന്റ് തയ്യാറായില്ല. ഇത്തരത്തിൽ വരൾച്ചയെ തുടർന്ന് കർഷകർ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട നികുതി ഇളവ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചിട്ട് കർഷകർ നടത്തിയ സമരമാണ് ഖേദ സമരം 1918 ഗുജറാത്ത്. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും നേതൃത്വത്തിലാണ് നികുതി നിഷേധ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത്. അപ്പം ഖേദ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആരൊക്കെയാണ്? ഗാന്ധിജി, അതുപോലെ തന്നെ ആര്? സർദാർ പട്ടേൽ. ഓക്കെ അല്ലേ? അപ്പം ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലാണ് നികുതി നിഷേധ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത്. ഓക്കെ. ഇതിൻ്റെ ഫലമായിട്ട് ഈ ഗാന്ധിജിയുടെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് 2 വർഷത്തേക്ക് നികുതി വേണ്ടെന്ന് വെക്കുകയും പിടിച്ചെടുത്ത വസ്തുക്കൾ കർഷകർക്ക് നൽകുകയും ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ഈ ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കളാണ് സർദാർ പട്ടേലും പിന്നെ ആരൊക്കെയാണ്? ഇന്ദുലാൽ യാഗ്നിക്കും. ആരാണ്? ഇന്ദുലാൽ യാഗ്നിക്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഈ ഖേദ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി അറസ്റ്റിലായ ഗാന്ധിജിയുടെ സഹപ്രവർത്തകനാണ് ആര്? മോഹൻലാൽ പാണ്ഡ്യ. ആരാണ്? മോഹൻലാൽ പാണ്ഡ്യ. അപ്പം ഈ മോഹൻലാൽ പാണ്ഡ്യയുടെ മറ്റൊരു എന്താണ് ഉള്ളിക്കള്ളൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഈ മോഹൻലാൽ പാണ്ഡ്യയാണ്. അപ്പം ഈ മോഹൻലാൽ പാണ്ഡ്യയുടെ പ്രത്യേകത എന്താണ്? ഖേദ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി അറസ്റ്റിലായ ഗാന്ധിജിയുടെ സഹപ്രവർത്തകനാണ് മോഹൻലാൽ പാണ്ഡ്യ. ഈ മോഹൻലാൽ പാണ്ഡ്യ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഉള്ളിക്കള്ളൻ എന്നാണ്. ഓക്കെ അല്ലേ? ഇനി ഈ ഖേദ സമരത്തിലൂടെ ദേശീയ നേതാവായി മാറിയ വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പം ഈ ഖേദ സമരത്തിലൂടെ ദേശീയ നേതാവായി മാറിയ വ്യക്തിയാണ് ആര്? ദേശീയ നേതാവായിട്ട് ആര് മാറി? സർദാർ പട്ടേലാണ്. ഓക്കെ അല്ലേ? ഇനി ഈ ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലാണ്. എങ്കിൽ അഹമ്മദാബാദ് മിൽ സമരം എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ്. ഖേദ സമരം എവിടെയാണ്? ഖേദ സമരം അതും ഗുജറാത്തിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷം? 1917. അഹമ്മദാബാദ് മിൽ സമരം 1918. ഖേദ സത്യാഗ്രഹം 1918. ഓക്കെ അല്ലേ? അപ്പം എന്താണ്? കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം, ബീഹാർ 1917. ഫാക്ടറി തൊഴിലാളികൾക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് മിൽ സമരം 1918. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഖേദ സത്യാഗ്രഹം 1918. ഗാന്ധിജി നടത്തിയ ആദ്യത്തെ നികുതി നിഷേധക സമരം ഏതാണ്? അതും ഖേദ സമരമാണ്. ഓക്കെ അല്ലേടാ? യെസ്. ഇനി ബർദോളി സത്യാഗ്രഹം എന്താണ്? ബർദോളി സത്യാഗ്രഹം ഏത് വർഷമാണ്? ബർദോളി സത്യാഗ്രഹം അത് 1928 എന്നാണ്. 1928 ബർദോളി സത്യാഗ്രഹം. അപ്പം എന്താണ് ബർദോളി സത്യാഗ്രഹം? ഈ ബർദോളി സത്യാഗ്രഹം എവിടെയാണ് പ്രക്ഷോഭം നടന്നത്? എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്ത്. അപ്പം ഗുജറാത്തിലെ ബർദോളി താലൂക്കിൽ 1925 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ബോംബെ സർക്കാർ നികുതിയിൽ 30% വർധനവ് പ്രഖ്യാപിക്കുന്നു എന്നാണ്. 30% വർധനവ് പ്രഖ്യാപിക്കുന്നു. ഈ നികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി പ്രക്ഷോഭം. എന്താണ് ബർദോളി പ്രക്ഷോഭം? ഈ ബർദോളി എവിടെയാണ്? ഗുജറാത്തിലാണ്. ഈ ഗുജറാത്തിലെ ബർദോളി താലൂക്കിൽ 1925 ഉണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ബോംബെ സർക്കാർ നികുതിയിൽ 30%, എത്ര ശതമാനം? 30% നികുതി വർധന പ്രഖ്യാപിക്കുന്നു. ഈ നികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സത്യാഗ്രഹം, ബർദോളി പ്രക്ഷോഭം 1928. ഓക്കെ അല്ലേ? ഇനി ഈ ഗ്രാമീണരെ നികുതി നിഷേധക സമരത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയ വ്യക്തി ഈ സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി ഈ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരും ചോദിച്ചാൽ അത് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? നേതൃത്വം നൽകിയത്
പട്ടേലാണ്, സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ അല്ലേ? ഇനി ഈ ബർദോളി സത്യാഗ്രഹത്തിന് വല്ലഭായ് പട്ടേൽ നൽകിയ നേതൃത്വത്തെ അനുസ്മരിച്ച് ഗാന്ധിജിയാണ് ഇത് സർദാർ എന്ന പേര് ആർക്ക് കൊടുത്തത്? ഈ പട്ടേലിന് കൊടുത്തത്. അപ്പം ഈ പട്ടേലിന് സർദാർ എന്ന പദവി കൊടുത്തത് ആരാണ്? സർദാർ എന്ന പദവി കൊടുത്തത് ഗാന്ധിജിയാണ്. എന്തിനാണ് കൊടുത്തത്? ഗാന്ധിജി പട്ടേലിന് സർദാർ എന്ന പദവി ആര് കൊടുത്തു? ഗാന്ധിജി കൊടുത്തു. എന്തിനു കൊടുത്തു? ബർദോളി സത്യാഗ്രഹത്തിന് വല്ലഭായ് പട്ടേൽ നൽകിയ നേതൃത്വത്തെ അനുസ്മരിച്ച് ഗാന്ധിജി അദ്ദേഹത്തിന് നൽകിയ സ്ഥാനപ്പേരാണ് സർദാർ. ഗാന്ധിജി കൊടുത്തു, എന്നാൽ അങ്ങനെ വിളിച്ചത് പട്ടേലിനെ സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ എന്ന് വിളിച്ചത് ആരാണ്? അത് സരോജിനി നായിഡു ആണ്. ആരാണ് വിളിച്ചതാരാണ്? സരോജിനി നായിഡു. സരോജിനി നായിഡു. ഓക്കെ അല്ലേ? ഇനി ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ബർദോളി ഗാന്ധി. അപ്പോൾ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് പട്ടേലാണ്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി ചൗരി ചൗര സംഭവം ഏത് വർഷം? ചൗരി ചൗര സംഭവം 1922. അപ്പം ചൗരി ചൗര സംഭവം എപ്പോഴാണ്? 1922. ഓക്കെ അല്ലേ? യെസ്. അപ്പം എന്താണ് ചൗരി ചൗര സംഭവം എന്ന് പറഞ്ഞാൽ? ചൗരി ചൗരിയിൽ പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ തീ കൊളുത്തുകയും 22 പോലീസുകാർ മരിക്കുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗര സംഭവം. ഓക്കെ അല്ലേ? അപ്പം ഈ ചൗരി ചൗര സംഭവം 1922 ഫെബ്രുവരി 5 സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ആക്രമണം. എപ്പോഴാണ്? 1922 ഫെബ്രുവരി 5. ഓക്കെ അല്ലേ? ഇനി ചൗരി ചൗര സംഭവത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആകെ എണ്ണം എത്രയാണ്? ആകെ എണ്ണം ചോദിച്ചാൽ 25 ആണ്. അതിൽ 22 പോലീസും 3 സാധാരണക്കാരും. ഓക്കെ അല്ലേ? ഇനി ചൗരി ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ചൗരി ചൗര ഗ്രാമം അത് ഉത്തർപ്രദേശ്. എവിടെയാണ്? ഉത്തർപ്രദേശ്. ഏത് ജില്ല? ഗോരഖ്പൂർ ജില്ല. ഓക്കെ അല്ലേ? അപ്പം ഈ ചൗരി ചൗര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചൗരി ചൗര ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ്. ഓക്കെ അല്ലേ? ഈ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. എപ്പോഴാണ്? 1922 ഫെബ്രുവരി 1. PSC ചോദ്യമാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി എന്താണ്? യെസ്. അപ്പോൾ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് 1922 ഫെബ്രുവരി 1. ഓക്കെ അല്ലേ? ഇനി ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. ഓക്കെ അല്ലേ? അപ്പം ചൗരി ചൗര സംഭവം എന്താണ്? ഗാന്ധിജി അപ്പോൾ ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായി എന്ന് ഗാന്ധിജി വിശേഷിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. ഓക്കെ അല്ലേ? അപ്പം 2 ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനിയും ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ, സീ യു.